നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. എന്താണ് ആദരവിന്റെ അളവുകോലായി മാറുന്നത്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അവർ രണ്ടുപേരും ഒരേ സ്ഥാപനത്തിലാണ് പഠിച്ചിറങ്ങിയത്. ഇന്റർവ്യൂവും ഒരേ സ്ഥാപനത്തിലായിരുന്നു. ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കാമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഭക്ഷണശേഷം അവരെ ഡയറക്ടർ ബോർഡ് റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരിൽ ഒരാളോട് പറഞ്ഞു, നിങ്ങൾക്ക് നാളെ മുതൽ ഇവിടെ ജോലിക്ക് പ്രവേശിക്കാം. മറ്റേയാളോട് പറഞ്ഞു, നമുക്ക് മറ്റൊരിക്കൽ നോക്കാം. ഇത് കേട്ട അയാൾ ഡയറക്ടറോട് ചോദിച്ചു, താങ്കൾ എന്നോട് പഠിച്ച വിഷയങ്ങളെക്കുറിച്ചോ ഒന്നും ചോദിച്ചതേയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എന്നെ ഒഴിവാക്കുകയും സുഹൃത്തിനെ ജോലിക്കെടുക്കുകയും ചെയ്തത്? ഡയറക്ടർ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നതിനിടെ താങ്കൾ എന്നോടും വിളമ്പുകാരനോടും സംസാരിച്ചത് രണ്ടു വിധത്തിലായിരുന്നു. എന്നോട് ആദരവോടെയും വിളമ്പുകാരനോട് ധാർഷ്ട്യത്തോടെയും. അധികാരത്തെ ബഹുമാനിക്കുന്നവരെയല്ല, ആളുകളെ ബഹുമാനിക്കുന്നവരെയാണ് എനിക്ക് ആവശ്യം. ആദരവ് രണ്ടു തരമുണ്ട്. ആളും അർത്ഥവും നോക്കിയുള്ള ആദരവും എല്ലാവരോടുമുള്ള ആദരവും. എല്ലാവരെയും ആദരവോടെ കാണുന്നവരിൽ പ്രകടമാകുന്നത് ആദരിക്കപ്പെടുന്നവരുടെ അർഹതയല്ല, ആദരിക്കുന്നവന്റെ മനസ്സാണ്. എന്നാൽ ചിലരാകട്ടെ ആളുകളെയല്ല ബഹുമാനിക്കുന്നത്, അവരുടെ പണത്തെയും അധികാരത്തെയുമാണ്. ആർക്കും എല്ലാവരോടും ഒരുപോലെ ഇടപെടാനാകില്ല, പക്ഷേ ബഹുമാനിക്കാനാകും. അതാണ് നമ്മിലെ മനുഷ്യത്വത്തിന്റെ അളവുകോൽ. നമുക്ക് എല്ലാവരെയും ആദരിക്കാൻ ശീലിക്കാം. ശുഭദിനം.